ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, മോളൂട്ടിലൊക്കെ വീട്ടിലാണ് നമ്മളിന്ന്. അവിടെ ചേച്ചി വന്നിട്ട് പോണ്, അതിൻ്റെ ഒരു സന്തോഷം. നാളെ പോണുണ്ട്, അതുകൊണ്ട് നമുക്ക് ബിരിയാണി വെച്ച് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇനി കേട്ട പാതി കേൾക്കാത്ത പാതി ചിക്കൻ മേടിക്കാൻ പോയി കഥയുണ്ട് കേട്ടോ. അതൊരു വീഡിയോയിൽ മുട്ടിട്ടുണ്ട് നമ്മള് കേട്ടോ. നമ്മള് മോളിട്ടേ വെള്ളമൊക്കെ കൊണ്ടുവന്നു. ഇനി എല്ലാം പെട്ടെന്നാണ്, സമയം കുറേ ആയി, അതുകൊണ്ടാണ് പടച്ചടിച്ച് ചെയ്യുന്നത്. സാലഡ് വെക്കാനുള്ള തൈര് ഇന്ന് നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അത് കണ്ടില്ലല്ലോ, അവിടെ ഇരിപ്പുണ്ട്. ചിക്കൻ അരിയെന്ന് നോക്കി കൊച്ചേ, അങ്ങോട്ടോക്ക് അങ്ങോട്ടോക്ക്. ആളാണ് നമുക്ക് ഇന്ന് ബിരിയാണി വെച്ച് തരാൻ പോണത്. നിങ്ങൾ ഒരുപാട് പേര് തിരക്കുന്നില്ലേ, അമ്മേനെ കാണണമെന്ന്. അതാണ് അമ്മ. നാളെ ജോലിക്ക് പോണതിന്റെ സന്തോഷം, നമുക്ക് ഈ ബിരിയാണി വെച്ച് തരാന്ന്. അപ്പൊ ഇനി ഇതെല്ലാം അരിയിട്ടേട്ടാ, ഇത് കാണിച്ചു തരാം നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ കടുവൊക്കെ വറുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം അതിലോട്ട് ഇട്ട് നല്ലപോലെ വാട്ടി എടുക്കുന്നത് കേട്ടാ. ചിക്കൻ നമ്മളുണ്ട മസാലയൊക്കെ ചേർത്ത് നല്ല ഇളക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി, ഇനി അത് ചിക്കനും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മൾ ചോറ് വേവിച്ച് വെച്ചാക്കിയാണ് കേട്ടോ. ചോറ് വേവിച്ച് സലാഡും വെച്ച് പപ്പടവും പൊരിച്ച് അച്ചാറും വെച്ച് ഇതും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ കഴിച്ചാൽ മാത്രം മതി. വിശക്കുന്നുണ്ട് ചേച്ചി, ഇത് ഇട്ട് കൊടുക്കല്ലേ. നമ്മളെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ. നമ്മൾ കഴിച്ചു തുടങ്ങി. എല്ലാം നേരത്തെ ചെയ്തു വെച്ചോണ്ട് പെട്ടെന്നായി. ചിക്കൻ മാത്രമാണ് താമസിച്ചത്, ബാക്കിയല്ല. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പപ്പടവും സലാഡ് ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളങ്ങനെ വലിയൊരു പണികളൊക്കെ നമ്മളായിട്ടുണ്ട്. കൊള്ളാം. ഈ പിറച്ചടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല ടേസ്റ്റ് ആണ്. ഈ സമയം എടുത്ത് ചെയ്യുന്നതിനായിട്ട് ടേസ്റ്റ് കൂടുതൽ പിറച്ചടിച്ച് ചെയ്യുമ്പോഴാണ്. ഓരോരുത്തരുടെ സന്തോഷങ്ങൾ ഇങ്ങനെ തരുവാ. വെച്ച് തന്നിട്ട് പോണ സന്തോഷം. അങ്ങനെ എല്ലാരും ഓരോരോ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കട്ടെ. നമ്മളിങ്ങനെ തിന്നാൻ പറ്റും ഇങ്ങനത്തെ രീതിയിലൊക്കെ. നമ്മളിത് കഴിക്കട്ടെ, കേൾക്കുള്ളൂ. പിന്നെ കാണാം. ബൈ.